അതെ, ഞാനൊരു കാര്യം പറയാനായിട്ട് വന്നതാണ്. ജീവിത കഥയാണ് കേട്ടോ, അല്ല കഥയൊന്നും അല്ല. അതായത് ഒരു വീട്ടിലാണെങ്കിൽ അച്ഛനും അമ്മയും 2 പെൺമക്കളുമാണുള്ളത്. ഈ 2 പെൺമക്കളും പഠിച്ച് നല്ല നല്ല രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അവർ നല്ല രീതിയിൽ പഠിച്ച് നേഴ്സിങ്ങിനാണ് പഠിച്ചത്. ബാംഗ്ലൂരിൽ പോയി. ഇരട്ടക്കുട്ടികളാണ് രണ്ടും കേട്ടോ. 2 പെൺകുട്ടികളാണ്, ഇരട്ടക്കുട്ടികളാണ്. ഇവർ 2 പേരും പഠിക്കാൻ നല്ല മിടുക്കി കുട്ടികളായിരുന്നു. ഇവർ 2 പേരും ബാംഗ്ലൂരിലാണ് നേഴ്സിംഗ് പഠിച്ചത്. അവിടെ പഠിച്ചു. അതിനുശേഷം അവർ ജർമ്മനിയിൽ ജോലി കിട്ടി. അവിടെ പോയി. അതിനുശേഷം അവരുടെ കല്യാണം കഴിഞ്ഞ് ഇവർക്ക് 2 പേർക്കും മക്കളും ഒക്കെ ഉണ്ട്. നല്ല രീതിയിലൊക്കെ അവർ ജീവിക്കുന്നു. ഇവരുടെ അച്ഛനും അമ്മയും അതേപോലെ നല്ല രീതിയിൽ ജീവിക്കുകയാണ്. അങ്ങനെ ഇരിക്കലെയാണ് ഇപ്പം ഏകദേശം ഈ അച്ഛനിക്ക് വയസ്സ് 60 കഴിഞ്ഞു. അപ്പം ഈ ഇദ്ദേഹത്തിന് ഇപ്പം പ്രഷറും ഒക്കെ കൂടി പെട്ടെന്ന് തളർന്ന് ആൾ വീഴുകയായിരുന്നു ചെയ്തത്. ആ തളർന്ന് വീണപ്പോൾ ആദ്യമൊക്കെ ഭാര്യയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഭർത്താവിനെ. നല്ല രീതിയിൽ നിന്ന സമയത്ത് ഭാര്യയ്ക്ക് നല്ല സ്നേഹമായിരുന്നു ഈ ഭർത്താവിനോട്. പക്ഷേ ഇപ്പം ആ ഒരു സ്നേഹമില്ല. പക്ഷേ എല്ലാവരുടെയും വിചാരം, അതായത് അവരുടെ ബന്ധുക്കൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ അച്ഛൻ്റെ ബന്ധുക്കളുടെ എല്ലാവർക്കും വിചാരം ഈ നാത്തൂന് നല്ല സ്നേഹമുള്ളവളാണെന്നാണ് വിചാരിച്ചത്. ഭാര്യ നല്ല സ്നേഹമാണെന്നാണ് വിചാരിച്ചത്. അങ്ങനെ ഒരു ദിവസം അതായത് ഈ അച്ഛൻ്റെ പെങ്ങൾ ഒരു ദിവസം കാണാൻ വേണ്ടി ചെല്ലുകയാണ് ഇവരുടെ വീട്ടിൽ. കാണാൻ ചെല്ലുമ്പം കാണുന്ന കാഴ്ച, അകത്ത് ഇവർ കതക് അടച്ചിട്ടിരിക്കുകയാണ്. അകത്ത് ഭയങ്കര ദേഷ്യത്തിലും ഒച്ചയിലും ഒക്കെ സംസാരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ നാത്തൂൻകാരിയുടെ ഇതേ രീതിയിലുള്ള സംസാരം ഈ പെങ്ങന്മാർ കേൾക്കുന്നത്. ആദ്യമായിട്ടാണ് ഈ ഒച്ചയും ബഹളത്തിലുള്ള സംസാരം. അത് മറ്റേത് ഈ ഭർത്താവിനോട് നല്ല സ്നേഹത്തിലായിരുന്നു ഈ സ്ത്രീ. പക്ഷേ ഇപ്പോൾ അവർക്ക് ഈ ഭർത്താവ് തളർന്ന് വീണപ്പോൾ അവർക്ക് വേണ്ടാതായി. അങ്ങനെ ഈ പെങ്ങൾ എന്ന് കണ്ടപ്പോൾ പെങ്ങൾക്ക് വിഷമമായി. പെങ്ങൾ കതകിന് കൊട്ടി. നാത്തൂൻ വന്ന് കതക് തുറന്നു. അപ്പം ഈ നല്ല ഹാപ്പിയായിട്ട് നല്ല സ്നേഹത്തിലൊക്കെ പ്രകടിപ്പിച്ചതൊക്കെ. അപ്പം കതക് തുറന്ന് അകത്ത് കയറിയപ്പോൾ ഇവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. അപ്പം ഈ ആങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ഒഴുകുന്നതായിട്ട് ഈ നാത്തൂൻകാരി കണ്ടത്. അത് പെങ്ങൾക്ക് കണ്ടപ്പോൾ ഭയങ്കര വിഷമമായിപ്പോയി. അന്നും ആദ്യകാലങ്ങളിലൊക്കെ ഈ പെങ്ങന്മാരോടൊക്കെ ഒരുമാതിരി ക്രൂരത കാണിച്ചിട്ടുള്ളതാണ് ഈ നാത്തൂന്. അതായത് ഈ വയ്യാതെ കിടക്കുന്ന ആളിൻ്റെ ഭാര്യയുടെ കാര്യം പറയാം. ഈ വയ്യാതെ കിടക്കുന്ന ആളുടെ ഭാര്യ ഇപ്പം എന്ത് ചെയ്തു? ഇപ്പം നല്ല സ്നേഹവും കാര്യമൊക്കെ എല്ലാവരുമായിട്ട് നല്ല ഹാപ്പിയാണ്. ഒരു കുഴപ്പമില്ല, പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ അവർ ഈ ഭർത്താവ് തളർന്നതിന് ശേഷം ഭർത്താവിനോടൊരു വൈരാഗ്യം എന്തോ അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. നേരത്തെ ഉള്ള സ്നേഹം പോലെ ഇപ്പം അവർ കാണിക്കുന്നില്ല. അങ്ങനെ അത് പെങ്ങൾക്കത് മനസ്സിലായി. പെങ്ങളകത്ത് കയറിച്ച് പറഞ്ഞു, നാത്തൂനെ ഒരു കാര്യം ചെയ്യും, ഞങ്ങളങ്ങ് കൊണ്ടുപോയിക്കോളാം. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ 2 കൂടെ ഞങ്ങളുടെ വീട്ടിലോട്ട് വാ. നിങ്ങൾ ഈ വീട് വാടകയ്ക്ക് കൊടുത്തേച്ച് പിള്ളേരവിടെ നിന്ന് പഠിക്കുമല്ലോ. ജർമ്മനിയിൽ എപ്പോഴും ഒന്നും വരുത്തൊന്നുമില്ല. നിങ്ങളൊരു കാര്യം ചെയ്യും, ഞങ്ങളുടെ കൂടെ വാ. ഞങ്ങൾ അവിടെ നിൽക്കുക. അവിടെ നിന്ന് പഠിക്കുകയും അവിടെ നിന്ന് നോക്കാം. ആങ്ങളെയും ഭാര്യ അവിടെ നിൽക്കട്ടെ, ആങ്ങളെ നോക്കുകയും ചെയ്യാമല്ലോ നാത്തൂനിക്ക്. അപ്പം വാ, ഞങ്ങളുടെ കൂടെ വാ, ഞങ്ങളെ കൊണ്ടുപോകാൻ ഇവർ നിർബന്ധിച്ചിട്ട് ഇവർ പോയില്ല. ഇവർ പോകാതെ ഇവരിവിടെ തന്നെ നിന്നിട്ട് ഇവരെന്ത് ചെയ്ത് ലാസ്റ്റ് ഇവർ പോയതിന് ശേഷം ഇവർക്ക് വീണ്ടും പെങ്ങൾക്ക് വീട്ടിൽ പോയെങ്കിലും ഭയങ്കര സങ്കടം. അപ്പോൾ അവരെല്ലാവരുമായിട്ടും കൂടി ആലോചിച്ച് ഇതെന്താ ഇങ്ങനത്തെ ഭയങ്കര വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ ഈ പെങ്ങൾക്കും ഭയങ്കര സങ്കടം, ഉറക്കമൊന്നും വന്നില്ല. അവിടെ നിന്ന് തിരിച്ച് കുടുംബത്ത് പോയിട്ട് ഇതിനെക്കുറിച്ചൊക്കെ സംസാരിച്ച് അവർക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം അതേപോലെ സ്നേഹമായി ഈ നാത്തൂൻകാരിക്ക് ഭയങ്കര സ്നേഹമുള്ളതാണ്. പക്ഷേ ലാസ്റ്റ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇതുകൊണ്ട് പറയുമല്ലോ, ഇപ്പം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര നല്ല രീതിയിൽ നിൽക്കുന്നെന്ന് പറഞ്ഞ മനുഷ്യനാണെങ്കിലും ഒന്ന് തളർന്ന് വീണ് കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ ഈ സ്നേഹം. പക്ഷെ ഒരിക്കലും കൂടപ്പിറപ്പുകൾക്ക് അത് മറക്കാൻ പറ്റത്തില്ല. കൂടപ്പിറപ്പുകൾ എത്ര ശത്രുക്കളാണെന്ന് പറഞ്ഞിരുന്നാലും ശരി, അവരുടെ മനസ്സിനകത്ത് അലിവ് വരും. ഈ ഭാര്യ എന്ന് പറയുന്ന അവർ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള മനുഷ്യനാണ് ഇപ്പോൾ ഈ വയ്യാതെ കിടക്കുന്നത്. ഈ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് വരെ പെങ്ങന്മാരെയും തള്ളയൊക്കെ തള്ളി പറഞ്ഞിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു ഒരിക്കൽ ആപത്തുള്ള കാലത്ത്. പക്ഷെ ഇപ്പോഴതൊക്കെ ഓർക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ ഞാനൊരു ഇത് പറഞ്ഞതാണ്, എല്ലാവരുടെയും അനുഭവം പറഞ്ഞതാണ്. മനുഷ്യൻ ആപത്തും ആരോഗ്യമൊക്കെ ഉള്ളപ്പം എല്ലാവരും നല്ല രീതിയിലൊക്കെ കാണിക്കും. അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പോയി തീർന്ന്. ഓക്കെ.